fields we go, laughing all the way. കുയിലുകൾ പാടുന്നു കുക്കു കുരുവികൾ ആടുന്നു ലല്ലല്ല പാരിൽ വന്നു ജാതം ചെയ്ത രാജകുമാരന് ദേവകുമാരന് യേശുകുമാരന് Oh, come let us see the newborn King. The greatest story ever told was told on Christmas Day. Of two came to Bethlehem, they came a long, long way. Sundara Suruvai Kalikuttil piranna Mary and Nandanane കണ്ടു വണങ്ങിടുവാൻ പോയി
പാപികളാം ഞങ്ങൾക്കായി കന്യകയിൽ പിറന്ന പൊന്നുനാഥനെ, എന്നുടലത്തിൽ നീ ഇന്നു പിറക്കണമേ, ലോകത്തിൻ വെളിച്ചമായിടാം. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു, ഇന്നു ജാതനായി, നമുക്ക് ജാതനായി, പാടുവിൻ ഉച്ചത്തിൽ ഒന്നു ചേർന്നു നാം. ഏഴകളാം ഞങ്ങളും ഒന്നായി പാടുന്നു, സ്വർഗീയ സൈന്യത്തിൻ സംഘത്തോടൊപ്പം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂവിൽ മനുഷ്യർക്കെന്നും ശാന്തി. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു, ഇന്നു ജാതനായി, നമുക്ക് ജാതനായി, പാടുവിൻ ഉച്ചത്തിൽ ഒന്നു ചേർന്നു നാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടെ ആഗതമായിരിക്കുകയാണല്ലോ. ഏവർക്കും ഈ ക്രിസ്മസ് നാളുകൾ ആനന്ദപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം മനുഷ്യനായതാണ് ക്രിസ്മസ്. സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായി ദൈവം മനുഷ്യനായി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ദൈവമാക്കുവാനായി ദൈവം മനുഷ്യനായി തീർന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ക്രിസ്മസിലൂടെ ദൈവം എന്താണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഒന്നാമതായി, ശരിയായ വഴി കാട്ടുവാൻ ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. വഴികാട്ടലിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നത് നക്ഷത്രമാണ്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നക്ഷത്രം കണ്ടതുകൊണ്ട് വിദ്വാൻമാർ സന്തോഷിച്ചു എന്നാണ്. അവർ കിഴക്ക് കണ്ട നക്ഷത്രം എവിടെയാണോ യേശു ഉള്ളത് അവിടേക്ക് അവരെ നയിച്ചു എന്നുള്ളതാണ്. ശരിയായ വഴി കാട്ടുന്ന നക്ഷത്രത്തെ നമുക്കവിടെ ദർശിക്കുവാനായി സാധിക്കുന്നു. തെറ്റിലൂടെ സഞ്ചരിക്കാനും തെറ്റിലേക്ക് മറ്റുള്ളവരെ തള്ളിയിടാനും ലോകം പരിശ്രമിക്കുമ്പോൾ ശരിയായ വഴി കാട്ടുന്ന നക്ഷത്രമായി പരിണമിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. വഴി തെറ്റിക്കുന്നവരായി തീരുവാനല്ല, ശരിയായ വഴി കാട്ടുന്നവരായി തീരുവാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. രണ്ടാമതായി, താഴ്മയും വിനയമുള്ളവരായി തീരുവാനായി ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്മസിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് പുൽക്കൂട്. തിരുവചനത്തിൽ പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ അവനെ പശുത്തൊട്ടിയിൽ കിടത്തി. പരാതിയോ പരിഭവമോ ഇല്ലാതെ കാലിത്തൊഴുത്തിൽ കിടക്കുന്നതായ ക്രിസ്തു. കാലിത്തൊഴുത്തിനെ സംബന്ധിച്ചിടത്തോളം വൃത്തിഹീനമായ ഇടമാണ്. പരിമിതികൾ ഏറെയുള്ളതും സൗകര്യങ്ങളൊന്നുമില്ലാത്തതുമായ ഇടം. ആ ഇടത്തിൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ അവിടെ ആയിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ജീവിതത്തിൽ സമൃദ്ധിയുള്ളപ്പോൾ അഹങ്കരിക്കുകയും പരിമിതികളുള്ളപ്പോൾ പിറുപിറുക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഓരോ സാഹചര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ, തൃപ്തിയോടുകൂടെ ജീവിപ്പാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. മൂന്നാമതായി, ദൈവപ്രസാദമുള്ളവരാകുവാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ, സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സമാധാനം നൽകുന്നത് ദൈവമാണ്. ദൈവപ്രസാദമുള്ളവർക്ക് മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ല എങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവപ്രസാദം നേടിക്കൊണ്ട് സമാധാനത്തോടുകൂടി ജീവിപ്പാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഓരോ വർഷവും
നാം നക്ഷത്രങ്ങൾ തെളിയിച്ചാലും പുൽക്കൂടുകൾ ഒരുക്കിയാലും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഇടമില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ് എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ശരിയായ വഴി കാട്ടുവാനും താഴ്മയും വിനയമുള്ളവരായി തീരുവാനും ദൈവപ്രസാദം നേടിക്കൊണ്ട് സമാധാനത്തോടെ ജീവിപ്പാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഏവർക്കും ചായ്ക്കോട്ടുകോണം CSI സഭയുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.